ഡിസൈൻ ഇമ്പാക്റ്റിൻ്റെ രജിസ്ട്രേഷനകത്ത് നമ്മൾ ചെയ്യേണ്ടത് ഡിസൈൻ ഇമ്പാക്റ്റ് മൂവ്മെൻറ്റ് ഡോട്ട് ടൈറ്റൻ ഡോട്ട് ഇൻ എന്നുള്ളതിനകത്ത് കയറുക. നിങ്ങൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണെങ്കിൽ സൈൻ ഇൻ കൊടുക്കുക. ഞാനിപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് ആണ്, അപ്പോൾ ഞാൻ കൊടുക്കുകയാണ്. കൊടുത്ത് ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ലോഗിൻ ആവും. ഞാൻ ഓൾറെഡി ഒരു ആപ്ലിക്കേഷൻ ട്രയലിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് മൈ പ്രോജക്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പം ജസ്റ്റ് ട്രയൽ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടീമാണോ ഇൻഡിവിജ്വൽ ആണോ എന്ന് ചോദിക്കും. ടീമാണെങ്കിൽ മാക്സിമം 2 പേർക്കേ പറ്റുള്ളൂ. നിങ്ങൾക്കിവിടെ കാണാം ടീം മെമ്പർ 2ൻ്റെ ഡീറ്റെയിൽസ്, പേരും ഇമെയിൽ ഐ ഡിയും ചോദിക്കും. ഞാൻ പക്ഷേ ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കുകയാണ് എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന്. എൻ്റെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉള്ളതുകൊണ്ട് പിന്നെ എൻ്റെ വേറെ ഒന്നും ചോദിക്കില്ല. താഴോട്ട് ചെല്ലുമ്പോഴേക്കും സ്റ്റേറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ചോദിക്കുന്നത് കേരളം സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ഓഫ് ഇമ്പാക്റ്റ് എവിടത്തെ പ്രശ്നമാണോ, കേരളത്തിൽ ഏത് ജില്ലയിലെ പ്രശ്നമാണോ നിങ്ങൾ ചോദിക്കുന്നത് അത് നിങ്ങൾ കൊടുക്കുക. ഞാനിപ്പോൾ ആലപ്പുഴ കൊടുത്തു. ഫോക്കസ് ഏരിയ അഗ്രികൾച്ചർ ആൻഡ് ലൈവ്ലിഹുഡ്സ് ആണോ, എൻവിറോൺമെൻറ്റ് ആണോ, ഹെൽത്ത് കെയർ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും കൊടുക്കാം. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ സബ് ഫോക്കസ് ഏരിയ വരും. ഇപ്പോൾ അഗ്രികൾച്ചർ കൊടുത്തു കഴിയുമ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ വന്നു. ഞാനത് മാറ്റിയിട്ട് എൻവിറോൺമെൻറ്റ് കൊടുത്താൽ വേറെ കുറേ സബ് ഫോക്കസ് ഏരിയ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ് ഫോക്കസ് ഏരിയ കൊടുത്ത് അതിനാവശ്യമുള്ളൊരു സബ് ഫോക്കസ് ഏരിയയും കൂടെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഞാനത് നോക്കിയിട്ട് തൽക്കാലത്തേക്ക് ഞാനിപ്പം ഓർഗാനിക് ഫാമിംഗ് കൊടുക്കുകയാണ്. എന്നിട്ട് SDG എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളാണ്. അപ്പോൾ ഞാൻ ഓർഗാനിക് ഫാമിംഗ് കൊടുത്തതുകൊണ്ട് അത് 0 ഹങ്കറിലേക്ക് നയിക്കും എന്നൊരു കൺസെപ്റ്റിൽ ഞാനത് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് കണക്ട് ചെയ്യുക. നിങ്ങളുടെ സബ് ഫോക്കസ് ഏരിയ ഏതാണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള SDGയും കൂടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങളോട് താഴോട്ട് വരുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത ചലഞ്ച് എല്ലാം ഉണ്ട്. ഇതിൽ ഞാൻ ട്രയൽ എന്നുള്ള പ്രോജക്റ്റാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ എഡിറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. എഡിറ്റ് പ്രോജക്റ്റ് കൊടുത്തു കഴിയുമ്പോഴേക്കും സബ്മിറ്റ് കൊടുത്തു. എന്നിട്ട് ഡിഫൈൻ ദ പ്രോബ്ലം കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക പ്രോജക്റ്റ് കൊടുക്കുക കേട്ടോ. എനിക്ക് മാറിപ്പോയതാണ്. സബ്മിറ്റ് ചെയ്യുക പ്രോജക്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഇപ്പം ഞാൻ ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഓർഗാനിക് ഫാമിങ്ങിന് മൊത്തത്തിൽ എല്ലാവർക്കും ചെയ്യാൻ ഭയങ്കര അറിവില്ലായ്മയാണ് എന്നുള്ളതാണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണോ ആ പ്രശ്നം കൃത്യമായിട്ട് നിങ്ങൾ എഴുതുക. എഴുതി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ തൽക്കാലം ഇതൊരു ട്രയൽ ആയതുകൊണ്ട് ചുമ്മാ റൂട്ട് കോസ് എന്ന് പറയുന്ന അവയർനെസ്, lack of awareness. Among public about the actual scientific steps of organic farming എന്ന് കൊടുക്കുക. എന്നിട്ട് ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ എന്നോട് വീണ്ടും പ്രോബ്ലത്തിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ പ്രശ്നം മനസ്സിലാക്കിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓർഗാനിക് ഫാമിംഗ് ചെയ്യുന്ന കർഷകരുടെ അടുത്ത്, അല്ലെങ്കിൽ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് പറ്റാത്ത കർഷകരുടെ അടുത്ത് പോയിട്ട് ഞാൻ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തു എന്ന് പറയാം, ഇല്ലെങ്കിൽ നമ്മളില്ല എന്ന് പറയാം. അപ്പം പൊതുവേ നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ നിങ്ങളുടെ ഏരിയയിൽ പ്രശ്നങ്ങളുള്ളവരോട് സംസാരിച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. ഇല്ലെങ്കിൽ
ഇല്ല എന്നുള്ളത് തന്നെ എഴുതുക. ഓക്കെ, ഞാനിപ്പോൾ ഇത് സംസാരിച്ചു എന്നുള്ള രീതിയിൽ എഴുതുകയാണ്. ജസ്റ്റ് ഒരെണ്ണം മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഓർഗാനിക് ഫാംസിൻ്റെ ഓരോ വിളകൾക്കുമുള്ള റിയൽ ടൈം ഗൈഡൻസ് കിട്ടുന്നില്ല. അതെങ്ങനെ വളർത്തണമെന്നറിയില്ല, എങ്ങനെ കൃഷി ചെയ്യണമെന്നറിയില്ല. അതുപോലെ വളർന്നു തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ ചെയ്യണമെന്നറിയില്ല എന്നൊക്കെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പിന്നെ അത് ചോദിച്ചിരിക്കുന്നത്, ഡിഡ് യു റിസർച്ച് അതർ ഗ്രൂപ്പ്സ് ഓർ ബിസിനസ്സസ് ഫേസിങ് സിമിലർ പ്രോബ്ലംസ്? ഇഫ് യെസ്, ഹു ആർ ദേ ആൻഡ് ഹൗ ഡു ദേ ടാക്കിൾ ദ ഇഷ്യൂ? ഇതുപോലെ പ്രശ്നമുള്ള മറ്റ് ആരെങ്കിലുമായിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അവരെങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പം ഞാൻ നോ കൊടുത്തു. എനിക്ക് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നോ കൊടുക്കാം. ആദ്യത്തേനകത്തും സർവേ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോ കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇവിടെ ഒരു അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റിയാണ്. ഞാനിപ്പോൾ നെയിം ഓഫ് ദ പ്രോഡക്റ്റ് ഞാനിപ്പം കൊടുക്കുന്നത് ഓർഗാനിക് ലൈഫ് ഫോർ ഓൾ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഞാൻ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ ഇതെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഏത് വിളയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ സ്റ്റെപ്സ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഫോളോ ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് ഈ ഹൈലൈറ്റ് 3 ബെനിഫിറ്റ് സർവീസസ് ഓഫ് എ പ്രോഡക്റ്റ് ഫോർ ദി യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ അവർക്കുണ്ടാകുന്ന ഗുണങ്ങൾ. ഒന്ന്, സയൻറ്റിഫിക് അഡ്വൈസ് അബൌട്ട് ഓർഗാനിക് ഫാമിംഗ്. രണ്ട്, healthy and natural food for all. മൂന്ന്, better yield with less burnout poison. ഓക്കെ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഓർഗാനിക് ഫാമിങ്ങിന് നന്നായി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സയൻറ്റിഫിക്കായിട്ടുള്ള അഡ്വൈസ് കൊടുക്കാം, എല്ലാവർക്കും ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കാം, കൂടുതൽ വിള വിത്തൗട്ട് എന്തെങ്കിലും വിഷം അടിക്കാതെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടെക്നിക്കൽ ഫീച്ചേഴ്സ് ഓഫ് യുവർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ ചുമ്മാ എഴുതുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്.
ഞാൻ അങ്ങനെ ജസ്റ്റ് 3 ടെക്നിക്കൽ ഇത് എഴുതി. Biggest risk you foresee concerning എൻ്റെ ബിഗ്ഗസ്റ്റ് കൺസേൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മൊബൈൽ ആപ്ലിക്കേഷൻ ഫാമേഴ്സിനെ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യിക്കുന്നതാണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് എക്സ്പ്ലെയിൻ ഇഫ് ആൻഡ് ഹൗ യുവർ പ്രോഡക്റ്റ് ഈസ് എക്കോളജിക്കൽ ആൻഡ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ. ഇറ്റ്സ് എ സർവീസ് വിത്ത് നോ footprint and effective use will improve natural organic food for all. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ഈ പ്രോഡക്റ്റിൻ്റെ സാന്തുലിത, പ്രകൃതിയെ സഹായിക്കുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. ഇത് കഴിഞ്ഞാൽ ചോദിക്കുന്നത് ഹാവ് യു വാലിഡേറ്റ് ആൻഡ് ടെസ്റ്റഡ് ദ പ്രോട്ടോടൈപ്പ് ഓഫ് ദിസ് പ്രോഡക്റ്റ് വിത്ത് എൻഡ് യൂസർ. ഇഫ് യെസ് ദെൻ പ്ലീസ് ഷെയർ ദ റിസൾട്ട്സ്. നമ്മൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഞാനില്ല, ഐഡിയ മാത്രമാണ്. എന്തെങ്കിലും IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ടോ? അതുമില്ല. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ മൊത്തത്തിൽ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ടെംപ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ടെംപ്ലേറ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ ടെംപ്ലേറ്റ്. ഓക്കെ, ഇതിനകത്ത് പ്രോട്ടോടൈപ്പ് നെയിം, എക്സ്പ്ലെയിൻ എ പ്രോട്ടോടൈപ്പ് ആൻഡ് കീ ഫീച്ചേഴ്സ് ബ്രീഫ്ലി, അഡീഷണൽ സ്ലൈഡ്സ് ഇഫ് യു നീഡ് ദ പ്രോട്ടോടൈപ്പ്. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത് തൽക്കാലത്തേക്ക് നമ്മുടെ കയ്യിൽ പ്രോട്ടോടൈപ്പ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഇല്ലേ, അത് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റിൻ്റെ പേരും എൻ്റെ പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ പേര് കൊടുക്കുക. അടുത്ത സ്ലൈഡിൽ പ്രോട്ടോടൈപ്പിൻ്റെ പേര്, ഒരു ഡിസ്ക്രിപ്ഷൻ. നമ്മൾ മുമ്പേ കൊടുത്ത കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ നേരത്തെ എഴുതിയ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കുക. എന്നിട്ടിത് സേവ് ചെയ്യുക. ഓക്കെ, സേവ് ചെയ്തിട്ട് ഇത് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പോൾ ചുമ്മാ ടെംപ്ലേറ്റ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. നിങ്ങളത് പേര് മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുക. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്, ഇതൊന്നും ചെയ്യേണ്ട. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾ ഇത്രയും നേരം കൊടുത്ത എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കും. അത് മുഴുവൻ വായിച്ച് നോക്കുക. എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ഗോ ടു പ്രീവിയസ് സെഷൻ കൊടുക്കുക. മാറ്റണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 2 അക്നോളജ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുക, എല്ലാം ടിക്ക് ചെയ്യുക. ഓക്കെ, ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. ഇത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഇങ്ങനെ കൊടുക്കുന്ന നോക്കിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ സബ്മിറ്റ് കൊടുക്കുന്നില്ല, ഞാൻ ട്രയൽ ആയതുകൊണ്ട്. ഇത്രയും ചെയ്താൽ പെർഫെക്റ്റ്ലി ഫൈനാണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഇന്ന് തന്നെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എനിക്ക്
നിങ്ങൾ ആദ്യത്തെ പേജിൽ ഏത് സ്റ്റേറ്റ് ഓക്കെയാണ് കേരളം കൊടുക്കുക, ഡിസ്ട്രിക്റ്റ് നമുക്ക് പറ്റുന്ന പേര് കൊടുക്കുക. ഇതിനകത്ത് ഏതാണ് അഗ്രികൾച്ചർ, എൻവയോൺമെൻറ്റ്, ഹെൽത്ത് കെയറിനകത്ത് ഏതാണ്, അതിൽ സബ് ഫോക്കസ് ഏരിയ ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇഷ്ടമുള്ളൊരു പ്രോജക്റ്റോടെ നിങ്ങൾ ഐഡിയ മാത്രം മതി. ഐഡിയ പ്രോട്ടോടൈപ്പിൻ്റെ അവിടെയൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി, IPRൻ്റെ അവിടെ നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെയ്യാം. ഓക്കെ, ഇന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരം കൊണ്ട് നമുക്കിത് തീർക്കണം. ഒരു 100-150 ഐഡിയ എങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് കയറണം. മെക്കാനിക്കലിൽ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യണം. IDC, എക്സികോം, IDC ഇന്നൊവേഷൻ ലീഡ്സ് ഗ്രൂപ്പിലുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.